തീവ്രവാദത്തിന്റെ പട്ടം ചാർത്തുന്ന മുഴുവൻ ചാനൽ തമ്പുരാക്കന്മാരോടും പറയാനുള്ളത്, ഇരപ്പഴ അധികാരം തങ്ങളുടെ കയ്യിൽ കിട്ടിയ അതുവരെയും ക്രൂര പീഡനങ്ങൾ കൊടുത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാന്റെ മുത്തു റസൂല് അധികാരത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിന്റെ കയ്യിൽ ചെങ്കോല് പിടിച്ച് വിരലൻ നനക്കിയാൽ, ഒന്ന് മൂളിയാൽ അവിടെ മുഴുവനും ചുട്ടരിച്ച് ചാമ്പൽ കൂനകളാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സർവസന്നാഹങ്ങളോടെ 10,000 സഹാബത്തോടൊപ്പം വന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ ധ്വജവാഹകനായ സഹാബി പറയുന്നു, അൽ യൗമ യൗമുൽ മൽഹമ, ഇന്ന് ഇറച്ചി മണ്ണിൽ പുലരുന്ന ദിവസമാണ്. മണ്ണിൽ കിടന്ന് നിങ്ങളുടെ ഇറച്ചി അങ്ങനെ പുരളുന്ന ഒരു ദിവസമാണ് ഇന്നെന്ന് പറഞ്ഞപ്പോൾ ആ കൊടി റസൂലുള്ള പിടിച്ചങ്ങ് വാങ്ങി. നീ പിടിക്കണ്ട. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വിളിക്കൂ, അൽ യൗമ യൗമുൽ മർഹബ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. കാരുണ്യത്തിന്റെ ദിവസമാണ്. വെല്ലുവിളിക്കുകയാ. ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചവർ, മൂക്ക് കീപ്പോട്ടുള്ളവർ, ബ്ലഡ് സർക്കുലേഷൻ സിരകളിലൂടെ ഓടുന്നവർ, ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് പറയാൻ നിങ്ങൾക്കാരാ പഠിപ്പിച്ചത്? നമ്മൾ മതേതരത്വം കാണിക്കാൻ പള്ളികൾ തുറന്നു. വരിൻ, അടുപ്പ് കൂട്ടിക്കോ, ബാത്റൂമിൽ കയറിക്കോ, നിങ്ങൾക്ക് കഞ്ഞി ഇതാ വായിലേക്ക് ഞങ്ങൾ ഒഴിച്ചു തരാം എന്ന് പറഞ്ഞപ്പോഴും പറയുന്നു, വർഗീയ ശക്തികൾ മുട്ടമ്പം നിങ്ങൾ തുറന്നു തരുന്ന ബാത്റൂം അല്ല മതേതരത്വമെന്ന്. എന്തിനാ നമ്മൾ ഈ പൊല്ലാപ്പിന് പോകുന്നത്? 30 വർഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെ 30 വർഷമാണെന്ന് തോന്നുന്നു, സെൻട്രൽ ജുമാ മസ്ജിദിന്റെ 30 വർഷമായില്ലേ, ഓഡിറ്റോറിയം തുറന്നു കിടക്കുകയാണ്. ആർക്ക്? പൊങ്കാലയിടാൻ വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് രാത്രി കിടക്കാൻ. വെള്ളിയാഴ്ച പറഞ്ഞോ, വരിൻ, നിങ്ങൾക്ക് കിടക്കാൻ പായം തലങ്ങണിയും പുതപ്പ് ഇവിടെ റെഡിയാന്ന് പറഞ്ഞില്ല. പറയേണ്ട കാര്യമില്ല. കാരണം മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ സന്തോഷത്തോടെ കഴിയുമ്പോ അവർ രാത്രി സ്ത്രീകളല്ലേ, അവർ വിശ്വാസമനുസരിച്ച് പൊങ്കാലയിടാൻ വരുമ്പോ അവർക്കൊന്ന് രാത്രി കിടക്കാൻ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഓഡിറ്റോറിയം തുറന്നു കിടക്കുക. അവർ കയറി കിടന്നു എന്ന് കരുതിയിട്ട് പകലിൽ അവർക്ക് ബിരിയാണി വിളമ്പിയില്ല, അവർക്ക് ഭക്ഷണം കൊടുത്തില്ല. കാരണം അതിനൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവരും ഒരു ഹർത്താൽ രഹിത ദിവസമായത് കൊണ്ട് തന്നെ എല്ലാം സുലഭമാണ്. സംഘടനകളും അതുപോലെ തന്നെ നഗരസഭയൊക്കെ അവർക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ വരുമ്പോ ഓരോ വണ്ടികൾ തടഞ്ഞു നിർത്തിയിട്ട് ഓരോ പാർട്ടിക്കാർ വെള്ളം കൊടുക്കുമ്പോൾ അവർ പറയുന്നു, വേണ്ട, കുടിച്ചു മടുത്തു, വേണ്ട. അപ്പോഴും പറയുന്നു, ഇല്ല, ഇച്ചിരി കുടിച്ചോളി, ഞങ്ങൾക്ക് നോമ്പാ, നിങ്ങൾ കുടിച്ചോളി, ഞങ്ങൾ മതേതരത്വക്കാരാ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എന്തിനാ നമ്മൾ? അപ്പോഴാണ് പലരും പറയുന്നു, നിങ്ങൾ ഇനി എന്ത് കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല, നിങ്ങൾ ഞങ്ങളുടെ കണ്ണിൽ ഒരു വിഭാഗം തന്നെയാണെന്ന്. എന്തിനാ പറയിപ്പിക്കുന്നേ? കരുണയുടെ മതമാണ് ഇസ്ലാം. അത് എടുത്ത് പറയണം. പെണ്ണേ പ്രസവിക്കൂ. എനിക്കൊരു കുഞ്ഞുണ്ട്, എന്നിട്ട് പറയാണ്, എന്റെ ഭാര്യ കേട്ടോ പ്രസവിച്ച, ഞാനല്ല കേട്ടോ. എന്തിനാ അത് പറയുന്ന? പെണ്ണേ പ്രസവിക്കൂ. ഉസ്താദിന് എത്ര മക്കളാ? എനിക്ക് 3 പേരാ. പിന്നെ 3 എന്റെ ഭാര്യ കേട്ടാ പ്രസവിച്ചത് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എടാ, പെണ്ണെ പ്രസവിക്കൂ, ഞാൻ പ്രസവിക്കൂലല്ലോ. ഇത് കാരുണ്യത്തിന്റെ മതമാണ്. വെള്ളം ചോദിച്ചു വരുന്നതിന് വെള്ളം കൊടുക്കും, കിടക്കാൻ പായ വയ്ക്കുന്ന പായ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള മതമാണ് ഇസ്ലാം. അതിന് പ്രത്യേകമായ എന്തെങ്കിലും സംവിധാനം കൊടുക്കേണ്ട കാര്യമില്ല, പറയിപ്പിക്കേണ്ട കാര്യമില്ല. മിമ്പറുകൾ അതിന് ഉപയോഗിക്കേണ്ടതല്ല. വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ ഭക്തിയും തഖ്വയും ശുദ്ധിയും വൃത്തിയും വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മിമ്പറുകൾ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ എന്ത് കാണിച്ചാലും ഷോള് കിട്ടും കുറച്ച്. അതിപ്പോ 150 രൂപ കൊടുത്താൽ എവിടെ നിന്നും കിട്ടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യത്തിന്റെ മതമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം ഇത് കരുണയുടെ മതമാണ്. അധികാരമില്ലാതിരുന്നപ്പോ പാവപ്പെട്ട സഹാബാക്കളോട് നിങ്ങൾ പ്രതികരിച്ചോളൂ, ഇനിയും നിങ്ങൾ അടികൊള്ളല്ലേ എന്ന് പറഞ്ഞ ബദർ ഈ റമളാനിൽ അധികാരം നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോ പറഞ്ഞു, നിങ്ങൾ കരുണ കാണിക്കേണ്ടവരാണ്, ഇനി നിങ്ങൾ തിരിച്ചടിക്കേണ്ടവരല്ല. ഒരാളെ പോലും നിങ്ങൾ ഹംസത്തുൽ കറാർ തങ്ങളുടെ തലയോട്ടി പിളർത്തിയിട്ട് തലയോട്ടിയിൽ കള്ളൊഴിച്ചു കുടിച്ചു. കൊടലെടുത്ത് കഴുത്തിൽ ഹാരമണിഞ്ഞിട്ട് നെഞ്ച് വെട്ടിപ്പിളർന്നിട്ട് നെഞ്ചകത്ത് കയറി നിന്ന് പിന്നെ നൃത്തം ചെയ്തു. ആര്? ചാട്ടുളി വിദഗ്ധൻ വഹ്ശി. എന്തേ നിങ്ങളുടെ ചുണ്ടനങ്ങാത്തത്? ഹംസത്തുൽ കറാർ എന്ന മുത്തുനബിയുടെ കൊച്ചാപ്പയുടെ നെഞ്ച് വെട്ടിപ്പിളർന്ന കടാര കൊണ്ട് തല വെട്ടിപ്പിളർന്ന സഹാബി, വെട്ടിപ്പിളർന്ന കാബാലികനായിരുന്നയാള് വഹ്ശി റളിയല്ലാഹു അൻഹു. അത് ഇസ്ലാമിലേക്ക് വന്നു. കരുണയുടെ മതം. ഈ ചാട്ടുളി വിദഗ്ധനായ വഹ്ശിക്ക് കാശ് കൊടുത്തതൊക്കെ ചെയ്യിപ്പിച്ചത് ഹിന്ദ് റളിയല്ലാഹു അൻഹ മക്കം ഫതഹിൽ മുസ്ലിമായി.
അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സുഫിയാൻ ബദറിൽ നബി തങ്ങൾക്കെതിരെ പട നയിച്ചവൻ. പറയൂ റളിയല്ലാഹു അൻഹു മുസ്ലിമായി മക്കം ഫതഹിലെ. ഇതാണ് ഇസ്ലാം. അൽ യൗമ യൗമുൽ മൽഹമ, ഇന്ന് കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞ സഹാബിയുടെ കയ്യിൽ നിന്ന് കൊടി വാങ്ങിയിട്ട് ഇന്ന് അധികാരം നമ്മുടെ കയ്യിലാ സഹാബ. നമ്മൾ കരുണ കാണിക്കേണ്ടവരാണെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാം കരുണയല്ലാതെ വേറൊന്നുമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അനുസരണ എന്ന് മാത്രമല്ല, എല്ലാവരോടും കരുണ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ പരിശുദ്ധമായ ഈ ദിവസം റമളാൻ മാസം പരിശുദ്ധ റമളാൻ 16 17 ബദർ യുദ്ധം നടന്ന ഒരു ചരിത്രം, പരിശുദ്ധ റമളാൻ 20 മക്കം ഫതഹ് നടന്ന ഒരു ദിവസം. അങ്ങനെ രണ്ട് ചരിത്രങ്ങൾ. ഒന്ന് അധികാരമില്ലാത്തപ്പോൾ തിരിച്ചടിക്കാൻ പരിപൂർണമായ അനുവാദം കൊടുക്കുകയും അധികാരം നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഇനി തിരിച്ചടിക്കുകയും ഉപദ്രവവും അരുത്, ഇന്ന് നിങ്ങളാണെല്ലാം, നിങ്ങൾ കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ രണ്ട് ചരിത്രങ്ങളുടെ സാക്ഷ്യപത്രമാണ് പരിശുദ്ധ റമളാൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ എല്ലാവരും അള്ളാഹുവിന് വേണ്ടി പരിശുദ്ധമായ അള്ളാഹു തഖല്ലഖു ബി അഖ്ലാഖില്ലാ, ഒരു ഹദീസ് ലഈഫാണെന്ന് മുഴുവൻ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഹദീസിന് അത്രയും പ്രയോറിറ്റി കൊടുക്കണ്ട. എങ്കിലും ലഈഫാണ് മൗളു ആണെന്ന് പറഞ്ഞതായിട്ട് കാണുന്നില്ല. ലഈഫാണെന്ന് എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തഖല്ലഖു ബി അഖ്ലാഖില്ലാ, അള്ളാന്റെ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അള്ളാന്റെ സ്വഭാവം ഏതാ? എനിക്ക് അള്ളാന്റെ സ്വഭാവം രണ്ടാ, റഹ്മാൻ റഹീമുമാണ്. റഹ്മാനും റഹീം. എനിക്ക് റഹ്മാൻ ആകാൻ പറ്റൂല, റഹീം ആകാൻ പറ്റും എനിക്ക്. നിങ്ങൾക്കും അങ്ങനെ തന്നെ. എന്താ റഹീം? ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട്. ഇബാദത്ത് എടുക്കുന്നവന് പ്രതിഫലം കൊടുക്കും, അതാണ് റഹീം. അതെല്ലാരെ കൊണ്ടും പറ്റും. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട്, അതെല്ലാരെ കൊണ്ടും പറ്റും. പക്ഷെ അല്ല, റഹ്മാനാകണം നിങ്ങൾ. എന്താ കാര്യം? ഇങ്ങോട്ടില്ല, അങ്ങോട്ട് കൊടുക്കും. ആരാധിക്കാത്തവർക്കും അനുഷ്ഠാനമില്ലാത്തവർക്കും അനുസരണ ഇല്ലാത്തവർക്കും വാരിക്കോരി അല്ല കൊടുക്കുന്ന റഹ്മാൻ. അത് പറ്റുമോ നമുക്ക് റഹീമാകാൻ പറ്റും, റഹ്മാനാകാൻ പറ്റുമോ? റഹീം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട്, അതിന് പ്രത്യുപകാരം എന്നാ പറയുന്നത്. റഹ്മാൻ ഇങ്ങോട്ടില്ല, തടഞ്ഞു, അങ്ങോട്ട് കൊടുക്ക്. തഖല്ലഖു ബി അഖ്ലാഖില്ലാ വഫി റിവായ തഖല്ലഖു ബി അഖ്ലാഖി റഹ്മാൻ. ലഈഫാണെന്ന് പറയപ്പെടുന്നുണ്ട്, ഞാൻ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, നമ്മൾ കാരുണ്യം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാ സഹോദരങ്ങളും, നമ്മുടെ പ്രിയപ്പെട്ടവർ, ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ, അതെടുത്ത് പറയേണ്ട കാര്യമില്ലെന്നാ ഞാൻ ഈ പറയുന്നേ. അതെന്തിനാ പറയുന്നേ? നമ്മളൊക്കെ ആരായ ഫാഖിറൻ ബിൻ നസബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബ്ലു തീയൻ വനായരു വഅശാരി വമുശാരി വമണ്ണാനു പറയരു വചട്ടി വചാമാരും വനാടാരു പാണരു. വാപ്പാടെ വാപ്പായൊക്കെ എടുത്തു നോക്കിയ പാണനോ ചെട്ടിയാരോ ചാമനോ ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ അവര് നമ്മളോട് കാണിച്ച സമീപനം, നിസ്കാരം നിക്കേ ഇരിക്കെ ചെയ്താ നിസ്കാരമായത്. ഇങ്ങ് വാ, അതാ ബാങ്ക് വിളിക്കുന്നു, അതാ വാങ്കായത്. ഇങ്ങനെ ചരിത്രത്തിന്റെ പദപ്രയോഗങ്ങളുടെ വരവടക്കം എല്ലാത്തിലും കരുണയുടെ ഒരു മുഖമുണ്ട് എങ്കിൽ എടുത്തു പറയേണ്ട കാര്യമില്ല. അള്ളാഹു നമുക്ക് കാരുണ്യത്തിന്റെ വക്താക്കളായി, അതിന്റെ പ്രബോധകരും പ്രചാരകരുമായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.